നമസ്കാരം, എല്ലാവർക്കും ജാനിക്കിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ. ഞങ്ങൾ പാരീസിലെ റിവർ സിന്നിൽ കൂടി നടത്തിയ ക്രൂയിസ് ടൂറിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാണുന്നതാണ് ക്രൂയിസിൻ്റെ അകത്തേക്ക് കയറുന്നതിനുള്ള മെയിൻ എൻട്രൻസ്. ഞങ്ങൾ ടിക്കറ്റ് സെക്യൂരിറ്റിയെ കാണിച്ച് അകത്തേക്ക് കയറി. അകത്ത് ചെന്നപ്പോൾ അവിടെയും ടിക്കറ്റ് സ്കാനിങ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പാരീസിൽ വന്നിറങ്ങിയിട്ട് ആദ്യമേ തന്നെ വരുന്നത് ഈ ഒരു ക്രൂയിസ് ടൂറിലേക്കാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങൾ അങ്ങനെ നടന്ന് ക്രൂയിസിൽ കയറാൻ വേണ്ടി പോവുകയാണ്. നടക്കുമ്പോൾ തന്നെ അകലെ ഈഫിൽ ടവർ വിസിബിൾ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ക്രൂയിസിൻ്റെ അകത്തേക്ക് കയറി. അവിടെ 2 ഫ്ലോറുകളാണ് ഉണ്ടായിരുന്നത്. നമുക്ക് ഏത് ഫ്ലോറിൽ വേണമെങ്കിൽ ഇരിക്കാം. ഞങ്ങൾ എന്തായാലും മുകളിലത്തെ ഫ്ലോറിൽ ഇരിക്കാൻ ഉദ്ദേശിച്ചാണ് വന്നത്. അതുകൊണ്ട് തന്നെ നേരെ സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് പോയി. അവിടെ ഓൾറെഡി കുറേ പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ സീറ്റൊന്നും പിടിക്കാൻ പോയില്ല. നേരെ ഏറ്റവും ബാക്കിലേക്ക് പോയി. ക്രൂയിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ കുറേ പേര് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാൻ തുടങ്ങി. കാരണം അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ പതിയെ ക്രൂയിസ് മൂവായി. ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ കാണുന്നതാണ് പോണ്ട് ഡി ബീർ ഹക്കീം. 15ഉം 16ഉം പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പോണ്ട് ഡി ബീർ ഹക്കീം പാരീസിലെ സീൻ നദിക്ക് കുറുകെ വ്യാപിച്ചു കിടക്കുന്നു. പാരീസിലെ ഏറ്റവും മനോഹരമായ പാലങ്ങളിൽ ഒന്നാണിത്. നദിയിലും ഈഫിൽ ടവറിലുമുള്ള മികച്ച കാഴ്ചകൾക്ക് ഇത് ജനപ്രിയമാണ്. ഞങ്ങൾ ഒളിമ്പിക്സ് നടക്കുന്ന ടൈമിലായിരുന്നു പാരീസിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ ഈഫിൽ ടവറിൽ ഒളിമ്പിക്സിൻ്റെ ലോഗോയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്ത ഒരു ബ്രിഡ്ജും കൂടി പാസ് ചെയ്തു. ഈ ഒരു ടൂറ് ഏകദേശം 90 മിനിറ്റിൻ്റെ അടുത്തുണ്ടായിരുന്നു. പക്ഷേ ടൈം പോയതേ അറിഞ്ഞില്ല. മിക്ക ആളുകളും അവിടെ ഇരിക്കാതെ തന്നെ നിന്ന് ആസ്വദിക്കുകയായിരുന്നു. നിങ്ങൾ ഈ കാണുന്നത് 2019 ഏപ്രിൽ 15 തീപിടുത്തത്തിൽ കത്തി നശിച്ച നോട്ട് ഡാം ഡി കത്തോലിക്ക കത്തീഡ്രലാണ്. സെൻ നദിയെ പറ്റി പറയുകയാണെങ്കിൽ ലോയറിന് ശേഷം ഏറ്റവും നീളം കൂടിയ നദിയാണിത്. നദിക്ക് 485 മൈൽ 780 കിലോമീറ്റർ നീളമുണ്ട്. യൂറോപ്പിലെ മഹത്തായ ചരിത്ര നദികളിൽ ഒന്നാണിത്. അങ്ങനെ ഞങ്ങൾ അടുത്ത ഒരു ബ്രിഡ്ജ് കൂടി ക്രോസ് ചെയ്തു. പോകുന്ന വഴിക്ക് കാണുന്നവർക്കൊക്കെ ടാറ്റ കൊടുത്താണ് പോയത്. ഓപ്പോസിറ്റ് തന്നെ വേറെയും ക്രൂയിസ് പോകുന്നുണ്ടായിരുന്നു. അവർക്കും കുറേ പേർക്ക് ടാറ്റ കൊടുത്തു. കുറേ പേര് തിരികെ തന്നു, കുറേ പേര് മൈൻഡ് ചെയ്യാതെ നിന്നു. അങ്ങനെ പിന്നെയും ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ കാണുന്നതാണ് നോട്രെ ഡാം കത്തീഡ്രൽ. 19-ാം നൂറ്റാണ്ടിലെ നെപ്പോളിയൻ്റെ കിരീടധാരണവും അതുപോലെ തന്നെ ഫ്രഞ്ച് പ്രസിഡന്റുമാരുടെ നിരവധി ശവസംസ്കാരങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. പാരീസ് 2024 എഴുതിയ വേറെ ഒരു ബോട്ടും ഓപ്പോസിറ്റ് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ടൈറ്റാനിക്കിലെ ഒരു പോസൊക്കെ ഓർമ്മ വന്നു. അങ്ങനെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. ഇനി ഈ കാണുന്നത് ഒരു മ്യൂസിയമാണ്. ഇതിൻ്റെ പേര് മ്യൂസി ഡി ഓർസെ എന്നാണ്. 1848 മുതൽ 1914 വരെയുള്ള കാലത്തെ പെയിൻറ്റിങ്ങുകൾ, ശില്പങ്ങൾ, ഫർണിച്ചറുകൾ, ഫോട്ടോഗ്രാഫി എന്നിവയുൾപ്പെടെ പ്രധാനമായും ഫ്രഞ്ച് കലകളാണ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് പോണ്ട് അലക്സാണ്ടർ ബ്രിഡ്ജ്. ഒളിമ്പിക് സീസൺ ആയതുകൊണ്ട് തന്നെ ഈ ബ്രിഡ്ജും അതിമനോഹരമായിരുന്നു കാണാൻ. ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും ഫ്ലാഗുകൾ നമുക്കിവിടെ കാണാം. ഈ ഒരു ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് ഒരുപാട് ശില്പങ്ങളും പ്രതിമകളും കൊണ്ടാണ്. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഏകദേശം കഴിയാറായി. ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ പല ടൈപ്പ് ക്രൂയിസ് ബോട്ടുകളൊക്കെ കണ്ടു. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാറുണ്ട്. ഞാൻ എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയുമായി തിരികെ എത്തുന്നതാണ്. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.